കഴുതപ്പുറത്തേറിയുള്ള ജെറുസലേം നഗർ പ്രവേശനത്തിനും ശിഷ്യർക്കൊപ്പം കാൽ കഴുകി ചുംബിച്ച് തിരുവത്താഴം പങ്കിട്ട പെസഹ ആചരണത്തിനു ശേഷം ലോകമാനവരുടെ പാപങ്ങൾക്ക് പരിഹാരമായുള്ള ക്രിസ്തുവിന്റെ കുരിശുമരണം നടന്ന ദുഃഖവെള്ളി ആചരണത്തിലേക്ക് ക്രൈസ്തവ സമൂഹം പ്രവേശിക്കും. തിരുകർമ്മങ്ങൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. 50 ദിവസം നീണ്ടുനിൽക്കുന്ന വലിയ നോമ്പാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസമാണ് ദുഃഖവെള്ളി. മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം തന്റെ സ്വപുത്രനെ ബലിയായി നൽകിയതിന്റെ സ്മരണയിലാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. പിലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്നും കാൽവരിമലയിലേക്ക് മരക്കുരിശും വഹിച്ച് യഹൂദ പടയാളികളുടെ ക്രൂരപീഡനം ഏറ്റുവാങ്ങിയുള്ള ക്രിസ്തുദേവന്റെ യാത്രയും ഇടതും വലതും കള്ളന്മാർക്കൊപ്പം കുരിശിൽ കിടന്ന് മരണത്തിന് കീഴടങ്ങിയതുൾപ്പെടെയുള്ള ദുഃഖകരമായ സ്മരണകളിലൂടെയാണ് ഈ ദിനം ക്രൈസ്തവർ കടന്നുപോകുക. ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. രാവിലെ മുതൽ ആരംഭിക്കുന്ന തിരുകർമ്മങ്ങൾ വൈകുന്നേരം വരെ നീളും. കത്തോലിക്ക ദേവാലയങ്ങളിൽ വൈകിട്ട് കുരിശിന്റെ വഴി, രൂപം ചായ്ക്കൽ, ആരാധന തുടങ്ങിയ കർമ്മങ്ങളും നടക്കും.